ഹായ് ഫ്രണ്ട്സ്, ആഴ്ചകൾ പലത് കഴിഞ്ഞിട്ടും കേരളം ഇപ്പോഴും രാഹുൽ ചരിതവും രാഹുൽ അശ്ലീലവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസവും മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ചർച്ച ചെയ്ത് രാഹുൽ വിഷയമാണ്. അതിന് കുഴപ്പമെന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഉദാഹരണത്തിന്, ഏതാനും ദിവസം മുമ്പ് ഗുജറാത്തുകാരനായ വിപുൽ പഞ്ചോളി എന്ന ജൂനിയർ വക്കീലിനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചു. വെറും 3 മാസമായില്ല മറ്റു ഗുജറാത്തുകാരനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചിട്ട്. സുപ്രീം കോടതി കൊളീജിയത്തിലെ ഒരു വനിതാ മെമ്പറായ നാഗരത്നയുടെ ശക്തമായ വിയോജനക്കുറിപ്പ് ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ഗവൺമെന്റ് ആ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. അതിനെന്താ കുഴപ്പം? ഇതെല്ലാം അങ്ങനെ സംഭവിക്കുന്നതല്ലേ? അല്ല, ഇതിന്റെ പിന്നിൽ അജണ്ടയുണ്ട്. ഇപ്പൊ തന്നെ കൊളീജിയത്തിലെ പല മെമ്പേഴ്സും ഗുജറാത്തികളോ അല്ലെങ്കിൽ BJP അനുഭാവികളോ ആണ്. അവിടെ നിഷ്പക്ഷത ഉണ്ടാവുന്നില്ല. അതെല്ലാം ഉപരി ഈ പഞ്ചോളി എന്ന് പറയുന്ന ജൂനിയർ വക്കീല് അധികം താമസിയാതെ 2027 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളാണ്. അദ്ദേഹം ആരായിരുന്നു? ഗുജറാത്തിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന സർക്കാർ വക്കീല്. പൂർണ്ണമായും ഗുജറാത്ത് ഗവൺമെന്റ് അനുകൂലിക്കുന്ന ആള്. അങ്ങനെ ഒരാളാണ് ഭാവിയിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയും BJP അനുഭാവികളുടെ കേന്ദ്രമായി തീരാൻ പോകുന്നു. ആയിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെന്റുകളും അല്ലെങ്കിൽ വിധി പ്രസ്താവങ്ങളും തീർച്ചയായിട്ടും ഗവൺമെന്റ് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ BJP അനുകൂലമായിരിക്കും. നമ്മുടെ നാരായണ പണിക്കറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം ഹിന്ദുത്വവാദികളും BJP അനുഭാവികളും RSSന്റെ പ്രചാരകരും വന്നു കഴിയുമ്പോൾ പിന്നെ ഹിന്ദു രാഷ്ട്രമാക്കിയില്ലെങ്കിൽ പോലും, താത്വികമായിട്ടല്ലെങ്കിൽ പോലും പ്രായോഗികമായി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി തീരും. ഇതാ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ RSS ചീഫ് മോഹൻ ഭഗവത് തങ്ങളുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ് എന്ന്. അതിലേക്കുള്ള ചവിട്ടുപടികളാണ് ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ എന്ന് ഞാൻ കരുതുകയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് തന്നെ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. അത് വലിയൊരു അപകടത്തിലേക്കാണ് ഇന്ത്യയെ നയിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതൊക്കെ ആരോട് പറയാൻ? ഒരു കാര്യവുമില്ല. താങ്ക് യു.